പക്ഷാ കടപ്പുറത്തൊക്കെ വന്ന് ക്ഷീണിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ക്ഷീണം മാറ്റാനായിട്ട്, വിശപ്പ് മാറ്റാനായിട്ട് ഞാൻ കാറിൽ ഒരു സാധനം വാങ്ങിച്ചു. വേറൊന്നുമല്ല, ഗുഡ് ഡേ. അത് കൊള്ളാം. വലിയ ബിസ്ക്കറ്റ് 4 എണ്ണം ഉണ്ട്. അപ്പൊ നിനക്ക് വേണ്ടേ? എനിക്ക് വേണം 1 2 3 4. 1 2 3 4. അപ്പൊ ഞാൻ കഴിക്കണ്ടേ? അല്ല പിന്നെ ശരി നീ കഴിക്കണ്ട. അതെന്തോ ശരി ഇവരോട് പോ. എന്റെ പൊന്നെ, ഇവിടെ ആകെ 4 എണ്ണേ ഉള്ളു. അത് 5,000 പേരെ പോയിപ്പിച്ചാലോ കർത്താവ് പോയിപ്പിച്ചാലോ ഇരിക്കാൻ. അന്നേരം പട്ടിക്ക് കൊടുക്കാൻ പോയത്. അത് ഒരു നല്ല പട്ടിയാണ്. പോട്ട് ഇപ്പൊ ചാകുമെന്ന് പറഞ്ഞു കിടക്കുന്ന ഒരു ചാവാരിപ്പെട്ടി. ആകെ 4 എണ്ണം പണി വെച്ചേ കാണിച്ചേ. അതിന് നീ ബാക്കിയാവും. അതിപ്പോ ചാവാൻ വേണ്ടി കിടക്കാം. ഇനി കൊടുത്തിട്ടെന്തോ കാര്യം. കൊടുക്കേണ്ടത് ചാവൻ കിടക്കുന്ന എല്ലാവരുടെ വെള്ളം വേണ്ട. എന്തോ മനുഷ്യനാണ് അച്ഛാ. ഈ കഴിഞ്ഞ ദിവസം അച്ഛാ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇവര് ഈ പട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോഴേ ആ പട്ടി തള്ളപ്പട്ടിയാ. അതിന്റെ കുഞ്ഞ് എന്തോ അതിന്റെ വണ്ടി എന്തോ ഇടിച്ച് എന്തോ ചത്തുപോയി. അപ്പൊ ആ വീഡിയോ ഭയങ്കര വൈറലാണ്. ഞാൻ കണ്ടായിരുന്നു. ആ കുഞ്ഞിനെയും കൊണ്ട് ആ പട്ടി ഇങ്ങനെ ആരെ സഹായിക്കാനായിട്ട് ശബ്ദമോ സംസാരമോ ഒന്നുമില്ല. പക്ഷെ ആ ഒരു മനുഷ്യനെ ഇന്ന് തല്ലിക്കൊല്ലുന്ന ലോകത്തിൽ മനുഷ്യന് വേണ്ടി ആരും സംസാരിക്കാതിരിക്കുമ്പോൾ മൃഗമാണെന്ന് പറയുന്നതാണ് ഇന്ന് മനുഷ്യനായിട്ട് മാറുന്നത്. ഈ നോമ്പ് കാലത്ത് ഇപ്പോൾ ഷൈന് ചെയ്ത വലിയൊരു കാര്യമാണ്. അവന്റെ കയ്യിൽ ഒരു ബിസ്ക്കറ്റ് പോയെന്നുള്ളത് ശേഷിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും കാണത്തില്ല, നമുക്ക് 3 കൂടെ അത് കാണുമായിരിക്കും ഒരു പക്ഷേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്ക് ഈ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകും. മൃഗങ്ങൾ മനുഷ്യരെക്കാൾ കൂടുതൽ മനസ്സലിവുള്ളവരായിത്തീരും. നമ്മളിപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു, ഈ വയ്യാതായി പോയ അല്ലെങ്കിൽ ലക്ഷണമില്ലാതെ പോയ ഈ പട്ടിയാണോ സഹായിക്കുന്നത്? അങ്ങനെ ഒരു സഹായമില്ല. ഭൂമിയിലെല്ലാം ദൈവത്തിന് മുന്നിൽ എല്ലാ സൃഷ്ടികളും നല്ലതെന്ന് കണ്ടതാണ്. പ്രത്യേകിച്ച് മനുഷ്യന്റെ വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എല്ലാത്തിനെയും കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുകയാണ്. ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ കനിവെന്ന് പറയുന്നത് മനസ്സലിവാണ്. യേശു തമ്പുരാനെ കുറിച്ച് പറയുന്നത് അവൻ മനസ്സലിഞ്ഞു എന്നാണ്. ഇന്ന് ആനുകാലിക ലോകത്ത് മനസ്സിന്റെ അലിവ്, മനസ്സിന്റെ നനവ് നഷ്ടപ്പെട്ടു പോവുകയാണ്. അടുത്ത കാലത്ത് തന്നെ കൂട്ടം കൂടിയ ഒരു യുവാവിനെ, അല്ലേ, ഒരാളെ നമുക്കൊക്കെ ഒരടി അടിച്ചു കഴിഞ്ഞാൽ 2ാമത്തെ അടി അടിക്കാൻ നമ്മുടെ കൈ പൊങ്ങൂല. അവന്റെ അയ്യോ എന്നുള്ളൊരു നിലവിളി ഇന്ന് മനസ്സലില്ലാതെ. 2, മാതാപിതാ ഗുരു ദൈവം എന്ന് നമ്മൾ പഠിച്ചു വളർന്ന ഈ നമ്മുടെ സ്വന്തം സംസ്കാരത്തിൽ മാതാപിതാക്കളെ കൊന്നുകളയുന്ന മക്കളുള്ളല്ലോ. സ്നേഹിച്ചിട്ട് ചതിച്ചു കളയുന്നതും. അതെ, സ്നേഹിച്ചിട്ട് ചതിച്ചു കളയുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന മാതാപിതാക്കൾ, അല്ലേ? അതിനേക്കാളൊക്കെ ഉപരിയായി വിശ്വസിച്ച് കൂടെ വന്ന പങ്കാളികളെ കുഴിച്ചു മൂടുന്ന കാലം. ഈ ഒരു ലോകത്ത് നമുക്ക് മനസ്സാക്ഷിയുള്ളവരാകണം, മനസ്സറിയണം. അതിന് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ മനസ്സ് ഉണ്ടാകണം. അങ്ങനെ മനസ്സറിവുള്ളവരാകുമ്പോൾ ദൈവം നമ്മളോട് എന്നും കരുണ കാണിക്കും. ദൈവകരുണ ലഭിക്കാൻ ഏറ്റവും അനിവാര്യം മനസ്സലിവാണ്. ഒരു മിനിറ്റ്, ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇനി അവനെ ബാക്കി ബിസ്ക്കറ്റ് തരുന്നത് മോശമാണ്. അതെ, തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും പറഞ്ഞതിന്റെ ഒരു ഗുണമായി ആ വയ്യാത്ത പട്ടിക്ക് മുഴുവൻ ബിസ്ക്കറ്റ് നമുക്ക് കൊടുക്കണം. അത് വലിയൊരു കാര്യമാണ്. സന്തോഷം. നമുക്കൊരാളെ സഹായിക്കുന്നു, അതിന്റെ വയ്യാഴികയിൽ ഒരു കൈ കൊടുക്കുന്നു, കിട്ടുന്ന സന്തോഷമാണ്. അങ്ങനെ കൊടുക്കാൻ കഴിയുന്നതാണ് മനസ്സിൽ. നമുക്കിങ്ങനെ പാടാം. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവമേ, ഞങ്ങൾ മനസ്സലിവുള്ളവരായി, മനസ്സാക്ഷിയുള്ളവരായി മനുഷ്യപുത്രന്റെ വഴിയെ സഞ്ചരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.